സംസ്ഥാനത്തിന്റെ കടം 5.07 ലക്ഷം കോടി. ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ LDF നേതാക്കൾ പറയുന്നത് സംസ്ഥാനത്തിന്റെ വികസനത്തിനായല്ലേ കടമെടുത്തത്, ഏത് സർക്കാരാണ് കടമെടുക്കാത്തത്, കേന്ദ്ര സർക്കാരിനും വലിയ കടബാധ്യതയില്ലേ എന്നാണ്. ഇത് നിങ്ങളതല്ലേ? അതെ ജംഷീദ്, നമ്മളതല്ലേ? ഈ കഥ ഇങ്ങനെയാണോ? ഇത് ആ കഥ മാറിപ്പോയൊരു കഥയാണല്ലോ. പല രൂപത്തിലുള്ള നുണപ്രചരണം നടത്തിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല. അതിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ വസ്തുതകൾക്ക് നിരക്കാത്ത നുണപ്രചരണം നടത്തി. കേരളത്തിൽ 6 ലക്ഷം കോടി കടമാണ് കേരളത്തിന് എന്നതായിരുന്നു നിരന്തരമായി അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് ധവളപത്രത്തിലെ കണക്ക് പ്രകാരം 5.07 ലക്ഷം കോടി എന്നാണ്. അതായത് ഏകദേശം 1 ലക്ഷം കോടി അദ്ദേഹം പറഞ്ഞ കണക്കിൽ നിന്ന് തന്നെ കുറയുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ ജനിച്ചപ്പോ തൊട്ട് കള്ളത്തിലേ പറഞ്ഞിട്ടുള്ളൂ, അതറിയാലോ. കേക്ക് മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വന്ന വാർത്തയാണ്. അതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: 1.5 പതിറ്റാണ്ടിനിടെ കേരളം വളർന്നു 3.5 മടങ്ങോളം എന്നതാണ് ഹെഡിങ്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞ അങ്ങ് നോക്കണം ആ വാർത്ത. അതായത് 2011-12 കാലഘട്ടത്തിൽ കേരളത്തിലെ വരുമാനം, കേരളത്തിന്റെ പൊതുവെയുള്ള വരുമാനം 3.64 ലക്ഷം കോടിയായിരുന്നു. ആ ഗവൺമെന്റ് പോകുമ്പോൾ അത് 5.62 ലക്ഷം കോടിയായി. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? അതിപ്പോ 12 പോയിന്റ്, അത് കഴിഞ്ഞ വർഷത്തെയാണ്, 2025 മാർച്ച് 31 കണക്ക് പ്രകാരം 12.49 ലക്ഷം കോടിയായി. അതായത് നമ്മുടെ വരുമാനം നേരത്തെ ഉള്ളതിൽ നിന്നും 3-3.5 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. ഈ കോവിഡ്, പ്രളയം അടക്കം വലിയ ദുരന്ത സാഹചര്യം ഉണ്ടാകുമ്പോഴും വലിയ ഭീമമായിട്ടുള്ള വർധന, ഇരട്ടിയോളം കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിനെ താരതമ്യപ്പെടുത്തുമ്പോൾ തന്നെ ഇരട്ടിയോളം വർധനവ്. അതങ്ങനല്ലല്ലോ മനോജ്, അങ്ങനെയല്ലേ? 2 ഗവൺമെന്റിനെ താരതമ്യപ്പെടുത്തി 3 ഗവൺമെന്റിനെ താരതമ്യപ്പെടുത്തിയാൽ 3.5 ഇരട്ടിയോളം വരുമാനം വർദ്ധിച്ചിരിക്കുന്നു. കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ. കടവും വർദ്ധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിന്റെ ചരിത്രം ആദ്യ ഗവൺമെന്റ് മുതൽ എടുത്തു നോക്കിയാൽ ഓരോ 5 വർഷം കൂടുമ്പോഴും കടം ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്ന സാഹചര്യം തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇവന്മാരൊന്നും ജീവിതകാലത്ത് നന്നാവില്ല. 2010-11 കേരളത്തിന്റെ കടം 78,673 കോടിയായിരുന്നു. 5 വർഷം കഴിഞ്ഞ് ഉമ്മൻചാണ്ടി സർക്കാർ പോകുമ്പോൾ അത് 1,57,370 കോടിയായി. അതായത് വർധനവ് തന്നെ 78,674 കോടി. അതായത് 100% വർധനവാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായത്. ഇരട്ടിയായിട്ട് മാറി. അറിഞ്ഞില്ല. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലം കൃത്യമായി കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 45.66% വർധനവ്. അതായത് ഓരോ 5 വർഷവും ഇരട്ടിയായിട്ട് മാറും. 100% വർധനവ് എന്ന കടത്തിന്റെ തോത് അത് 59%-ലേക്കും 50%-ലേക്കും ചുരുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും വസ്തുതയാണ്. എനിക്ക് സന്തോഷം. അതുകൊണ്ട് ധവളപത്രത്തിന്റെ എല്ലാ കണക്കുകളെയും ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല. പക്ഷേ എന്തായാലും ഇത് പുറത്തിറക്കിയത് നന്നായി. കാരണം വസ്തുതകൾ കുറച്ചെങ്കിലും അവർ തന്നെ പ്രചരിപ്പിച്ചത് തെറ്റാണ് എന്നും യഥാർത്ഥ വസ്തുത ഇന്നതാണെന്ന് തിരുത്തി അവർ തന്നെ പറയുമ്പോൾ അത് ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം എന്ന രൂപത്തിൽ കണ്ടാൽ മതി. എന്തൊരു തൊലിക്കട്ടി! അത് തനിക്ക് എപ്പോഴാണ് മനസ്സിലായത്? ഇപ്പോഴേ മനസ്സിലായുള്ളൂ. ഞങ്ങൾ 5 ലക്ഷം കോടി രൂപയിലധികം ബാധ്യതയുണ്ട് എന്നാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിരുന്നത്. എവിടെയെങ്കിലും ഞങ്ങൾ 6 പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ക്ലിപ്പിംഗ് ഒന്ന് കാണിക്കട്ടെ. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇപ്പോൾ പുതിയ നറേഷനുമായിട്ട് വന്നിരിക്കുക. ഈ വൈറ്റ് പേപ്പർ കൊണ്ടുവന്നിരിക്കുന്നത് ഞങ്ങളെന്തോ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് ഒഴിവാക്കാനോ, വികസന പ്രവർത്തനങ്ങൾ വെട്ടിക്കുറയ്ക്കാനോ, പിരിച്ചുവിടൽ നടത്താനോ, അല്ലെങ്കിൽ PSC വഴിയുള്ള അപ്പോയിൻമെന്റ് കുറയ്ക്കാനോ ഒക്കെ ആണെന്നുള്ള പുതിയ നറേഷനുമായിട്ട് വന്നിരിക്കുക. എല്ലാം എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. ഓവർ സ്മാർട്ട് ആവുന്നല്ല, ഗതികേട് കൊണ്ടാ. ഇതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, പ്രത്യേകിച്ച് അരുണിൻ്റെയൊക്കെ ഒരു ഗുണം. ഞാനല്ലെങ്കിൽ അവരിൽ കാണുന്ന ഒരു പ്രത്യേക എനിക്കുള്ള താല്പര്യം. എത്ര അവർക്കെതിരെയുള്ള പ്രശ്നത്തെ പോലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മറ്റൊരു രീതിയിൽ ഉത്തരം പറയാനുള്ള കഴിവ്. ഏറ്റവും പ്രധാനപ്പെട്ട കടമുള്ള സംസ്ഥാനങ്ങൾ ഈ കേരളമല്ല, മറ്റു പല സംസ്ഥാനങ്ങൾക്കുണ്ട്. ഒരു കണക്കിനൊക്കെ ശരിയാണ്. തമിഴ്നാടുണ്ട്, UP ഉണ്ട്, മഹാരാഷ്ട്രയുണ്ട്, വെസ്റ്റ് ബംഗാളുണ്ട്. അതൊക്കെ ശരിയാ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. പക്ഷേ അവിടുത്തെ സമ്പദ് വ്യവസ്ഥ എന്താണ്, അവിടുത്തെ പോപ്പുലേഷൻ എന്താണ്, ഇത്തരം കാര്യങ്ങൾ പറയാതെ ഞങ്ങളെക്കാൾ കടബാധ്യതയുള്ള സംസ്ഥാനങ്ങൾ കൂടുതലുണ്ടെന്ന് പറയുന്നു. വേണ്ട വേണ്ട വേണ്ട, സഖാവ് പറഞ്ഞിട്ടല്ലേ പോയത്. ഇപ്പൊ വിട്ടേക്ക്, പിന്നെ കാണാം. വികസനം നടത്തുവാൻ കടം മേടിച്ച് മാത്രമല്ല
അതിൻ്റെ സാമ്പത്തികമായ നിയന്ത്രണം വെച്ചുകൊണ്ട് കടങ്ങൾ സംസ്ഥാനത്തിനകത്തുനിന്നും അതുപോലെ തന്നെ രാജ്യത്തിനകത്തുനിന്നും എടുത്തുകൊണ്ടും പറ്റും. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നീ ചീറ്റേ ഉള്ളു, കൊത്തത്തില്ല, പല്ല് പോയില്ലേ? എന്തായാലും കൊള്ളാം. ഞാൻ വീട്ടിൽ പോണേ, എനിക്കൊന്നും വയ്യ കാണാൻ.